ഏതു ലാഭം? വരാൻ പോകുന്ന ആ വീണ്ടെടുപ്പ് നാളിന്റെ പൂർത്തീകരണത്തിൽ എന്ത് സംഭവിക്കുന്നു? സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം, പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം പിന്നെയും എന്താണ്? ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അവസ്ഥ. അതിനുവേണ്ടി ഉള്ള പ്രിപ്പറേഷനാണ്. വരാൻ പോകുന്ന ആ മഹാസംഗമത്തിൻ്റെയും മഹാസംസർഗത്തിൻ്റെയും പ്രിപ്പറേഷനാണ് ഇന്നിവിടെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിലേഷൻസിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതെല്ലാം പറയുമ്പോൾ ആളുകൾ ചിലപ്പം ചോദിക്കും, ഇതെല്ലാം ശരിയാണെന്ന്, ഇങ്ങനെയെല്ലാം വേണം, പക്ഷേ ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് കഴിയുന്നില്ല, ഇല്ലേ? റിലേഷൻ പെർഫെക്റ്റ് ആണ്, പക്ഷേ റിലേഷൻ പെർഫെക്റ്റ് ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ പെർഫെക്റ്റ് ആവണം. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷേ ആകണ്ടേ? എല്ലാം നല്ലതാ മാഷേ, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ടല്ലോ. എല്ലാം നല്ലതാണ്, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ള റിമഡി എന്താണ്? റിമഡി ഒന്നേ ഉള്ളൂ. ഒടുവിൽ എന്ത് ചെയ്യണം? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ധൈര്യപ്പെടുവിൻ. നമ്മൾ ഈ പറഞ്ഞ എല്ലാ റിലേഷനും അതനുസരിച്ച് പോകണം. അതിന് പോകാൻ ഏതെങ്കിലും ചില ആളുകൾ എല്ലാവരും ചോദിക്കും, ഇത് എങ്ങനെയാ? അതിന് നമ്മൾ വീണ്ടും ഒരു മാനുഷിക ബലത്തിൽ എന്തെങ്കിലും ചെയ്യാനല്ല അവിടെ പറയുന്നത്. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. What is needed is more dependence on God. ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുക. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻ നമുക്ക് മാനുഷിക പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മാനുഷിക പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും. അത് പലപ്പോഴും നടക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഏതാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വളരെ പരിശ്രമിച്ച് എൻ്റെ കോപത്തിൽ നിന്ന് ഞാൻ മോചനം നേടി. ഇപ്പം ഞാൻ കോപിക്കത്തില്ല. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു സംശയം തോന്നി. സാറ് ചോദിച്ചു, സാറേ സത്യം പറ സാറേ, ശരിയാണോ സാറേ? സാർ ഈ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു? യെസ്, ഞാൻ ഇപ്പോൾ കോപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ചു. ഞാൻ വളരെ പരിശ്രമിച്ചു, പക്ഷേ അങ്ങനെ വളരെ പരിശ്രമിച്ച് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. എൻ്റെ സാറേ, എന്നെ കൊണ്ടൊന്നും അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പറ്റുന്നില്ല സാറേ. സാറ് ഒന്നുകൂടെ പറഞ്ഞു സാറേ, ശരിക്കും സാറ് കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു? ആ, ഞാൻ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ആണോ സാറേ? എനിക്ക് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. സാറ് കോപത്തിൽ നിന്ന് ശരിക്കും വിടുതൽ പ്രാപിച്ചോ സാറേ? എടോ, ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതല്ലേ പറഞ്ഞു. അപ്പം മാനുഷികമായിട്ട് പരിശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്തു പോകും? ഇത് പൊട്ടിപ്പോവും. അങ്ങനെ മാനുഷികമായി ഈ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലൊന്നും അർത്ഥമില്ല. മാനുഷികമായി നോക്കിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടാകും. സ്പർജൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഏതാണെങ്കിലും കഴിഞ്ഞ കാലത്തെ അനേക നാളുകളുടെ പരിശ്രമഫലമായിട്ട് ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ട് അവൻ മരിച്ചു. ഇപ്പം എന്നിൽ പഴയ മനുഷ്യൻ ഇല്ല, പൂർണ്ണമായിട്ട് പഴയ മനുഷ്യൻ മരിച്ചു. അപ്പം സ്പർജൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു ഒന്ന് കാണാനായിട്ട്. താങ്കൾ വന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോട് കൂടെ ഒരു ഭക്ഷണം കഴിക്കാം. കുഴപ്പമില്ല, സാറിൻ്റെ പഴയ മനുഷ്യൻ എന്തായാലും മരിച്ചതല്ലേ. അവിടെ വന്ന് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം ഒരുക്കിയ മേശയിൽ കൊണ്ട് ഇരുത്തി, നല്ല തണുപ്പുള്ള, ഇംഗ്ലണ്ടിലല്ലേ, ലണ്ടനിലാണല്ലോ, അപ്പം ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ വിറച്ചിരിക്കുന്ന സമയത്ത് സ്പർജൻ ഒരു തൊട്ടി വെള്ളം എടുത്ത്, തണുത്ത വെള്ളം ഇയാളുടെ തലയിലോട്ട് ഒഴിച്ചു. ഇയാൾ ചാടി എഴുന്നേറ്റ്, എന്തോടോ താൻ കാണിച്ചത്? മനുഷ്യനെ അപമാനിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ, ഇല്ല സാറേ, ഒന്നുമല്ല, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയായിരുന്നു ഈ പഴയ മനുഷ്യൻ മരിച്ചോ ഇല്ലയോ എന്ന്. ഇപ്പം മനസ്സിലായി, മരിച്ചിട്ടില്ല, ഉറങ്ങിക്കിടക്കുകയായിരുന്നു, വെള്ളം വീണപ്പം പഴയ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. ഇത്രേ ഉള്ളൂ ഹ്യൂമൻ വേയിൽ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നാൽ ഈ റിലേഷൻസ് പെർഫെക്റ്റ് ആകാനുള്ള ഏക മാർഗം, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. നമ്മൾ സ്വയം പരിശ്രമിച്ചാൽ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ആർക്ക് ചെയ്യാൻ പറ്റും? കർത്താവിന് ചെയ്യാൻ പറ്റും. കർത്താവിനും അവൻ്റെ അമിത ബലത്തിലും. എൻ്റെ സ്ട്രെങ്ത്തിലല്ല, എൻ്റെ ഹ്യൂമൻ ബലത്തിലല്ല, പ്രത്യേകം ആരുടെ ബലത്തിലാണ്? ക്രിസ്തുവിൽ. അതിനെന്താ ആവശ്യം? അതിനാവശ്യമായിരിക്കുന്നത് വിശ്വാസത്താൽ. അവിടെയാണ് ഞാൻ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഈ പല കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി ഇടയ്ക്ക് കയറി പറഞ്ഞാലും ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ ഔട്ട് ഓഫ് സിലബസ് അല്ല. ഇതെല്ലാം ഒടുവിൽ വന്ന് യോജിക്കുകയാണ്. എങ്ങനെയാണ് പറ്റുന്നത്? വിശ്വാസത്താൽ ക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. അല്ലാതെ എനിക്കിത് പറ്റില്ല, എനിക്ക് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ, എനിക്ക് എൻ്റെ കയ്പുകൾ എനിക്ക് പെറുക്കിക്കളയാൻ കഴിയില്ല, എൻ്റെ അൺഫോർഗിവിങ് സ്പിരിറ്റിനെ എനിക്ക് കളയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബൈ ഫെയ്ത്ത് ഐ ക്യാൻ അലൗ ജീസസ് ടു ലിവ് ഇൻ മീ. ക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. മറ്റൊന്നുമല്ല, കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാൻ സ്വയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവ് അവനിൽ വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യായിരുന്നു, യേശുവിൻ്റെ പ്രവൃത്തിയല്ല. ഫിലിപ്പോസ് നോക്കിയപ്പോൾ കണ്ടത് യേശു പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ആത്മിക യാഥാർത്ഥ്യം എന്താണ്? യേശു അല്ല പ്രവർത്തിച്ചത്. ആരാ പ്രവർത്തിച്ചത്? പിതാവ്. എന്നതുപോലെ എനിക്ക് ഈ ആത്മിക അനുഭവത്തിലേക്ക് വരാൻ ഒരു മാർഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഞാൻ ജീവിക്കുന്നത് നിർത്തണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം. എൻ്റെ സ്വയം ക്രൂശിക്കപ്പെടണം. ഞാൻ എൻ്റെ ക്രോസ് എടുത്തുകൊണ്ട് വേണം യേശുവിനെ അനുഗമിക്കുവാൻ. എൻ്റെ മരണം വഹിച്ചുകൊണ്ട് വേണം ഞാൻ ജീവിക്കാൻ. എൻ്റെ സെമിത്തേരിയിൽ നിന്ന് വേണം ഞാൻ എഴുന്നേറ്റ് കർത്താവിനെ അനുഗമിക്കുവാൻ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ബൈ ഫെയ്ത്ത് ജീസസ് ലിവ്സ് ഇൻ മീ. ഇപ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ്. കർത്താവിനും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. കർത്താവിൻ്റെ അമിത ബലത്തിലാണ്, എന്നിലല്ല. അമിത ബലത്തിൽ. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. വി നീഡ് ടു സീ ദാറ്റ് വി ആർ സ്ട്രോങ് ഇൻ ദ ലോർഡ്. ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം, ഇതെല്ലാവരും വീക്കാണ്. wherever we look, we see weak Christians. We see a weak faith. We see a weak character. ഏത് കാര്യത്തിലും ഇന്നെന്താണ്? ആളുകൾ ബലഹീനരാണ്. അങ്ങനെ ഒരു ബലഹീനത എനിക്കുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് ബലഹീനത. പക്ഷേ വാട്ട് ഈസ് നീഡഡ് ഈസ് നോട്ട് വീക്ക്നെസ്. വാട്ട് ഈസ് നീഡഡ് ഈസ് സ്ട്രെങ്ത്. ആ സ്ട്രെങ്ത് എന്താണ്? പൗലോസ് പറഞ്ഞ വാക്ക് എന്താണ്? കർത്താവ് പൗലോസിന് പറയുന്നു, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. വി ആർ വീക്ക് ബട്ട് ഹി ഈസ് സ്ട്രോങ്. അപ്പൊ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായ ദൈവത്തിൻ്റെ ശക്തി ഞാനൊന്ന് അനുഭവിച്ചറിയണം. അതിനുവേണ്ടി എൻ്റെ ബലത്തെ ഞാൻ ഇല്ലാതെയാക്കണം. ഞാൻ പറഞ്ഞില്ല, ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശുവിനെ ഒരു വാക്കിംഗ് സ്റ്റിക്കായിട്ട് കാണുന്നത് പോലും അല്ല. വാക്കിംഗ് സ്റ്റിക്കും കൊണ്ട് ഒരാൾ നടക്കുമ്പോഴും സ്റ്റിക്കൂടെ കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, നടക്കുന്നത് അവനാ. എന്നതുപോലെ യേശുവിൻ്റെ കൂടെ ഞാൻ നടക്കുകയോ യേശു എന്നെ സഹായിക്കുകയോ ചെയ്യുമ്പോൾ ഫെയ്ത്ത് പൂർണ്ണമാകുന്നില്ല. ഫെയ്ത്ത് പൂർണ്ണമാക്കുന്നത് ഒരു സ്ട്രെച്ചറെ കിടക്കുന്ന പോലെ, വാക്കിംഗ് സ്റ്റിക്കിനെ പോലെ അല്ല. അവിടെ സ്ട്രെച്ചറെ കിടക്കുന്നവൻ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് അവൻ്റെ പ്രത്യേകത. സ്ട്രെച്ചറെ കയറിയിട്ട് പിന്നെ നടക്കാൻ നോക്കരുത്. ചിലരുടെ പ്രശ്നം അതാണ്. ഫെയ്ത്ത് എന്ന് പറയുകയും ചെയ്യും, നടക്കുകയും ചെയ്യും. സ്ട്രെച്ചറെ കൊണ്ടിട്ടാലും അവിടെ സ്ട്രെച്ചറിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അയാൾ ഫെയ്ത്ത് അനുഭവിക്കുന്നില്ല. എന്താണ് ഫെയ്ത്ത്? ഫെയ്ത്ത് എൻ്റെ മരണമാണ്. ഫെയ്ത്ത് എൻ്റെ സ്വയത്തിൻ്റെ മരണമാണ് വിശ്വാസം. പകരം ഞാൻ എന്ത് ചെയ്യുന്നു? യേശുവിനെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നു. Then you are not weak, you are strong. Why? Because Jesus is living in you. It's not I. No longer I, but Christ lives in me. ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ചാൾസ് പ്രൈസിന്റെ ബുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ചാൾസ് പ്രൈസിന്റെ ബുക്കിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, സ്റ്റോപ്പ് ലിവിങ് ഫോർ ജീസസ്. കേൾക്കുമ്പോൾ നമ്മൾ വിരണ്ടു പോകും. എന്താണ്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് നിർത്ത്. പക്ഷേ അതിന്റെ താഴത്തെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ലെറ്റ് ജീസസ് ലിവ് ഇൻ യു. ക്രിസ്തു നിങ്ങളിൽ ജീവിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് നിർത്ത്. പകരം എന്താ ആവശ്യമായിരിക്കുന്നത്? ക്രിസ്തു നിങ്ങൾ ജീവിക്കണം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതം ആരുടെ ജീവിതമായി പോകും? നിങ്ങളുടെ ജീവിതമായി പോകും, എൻ്റെ ജീവിതമായി പോകും. ഞാനാകും ജീവിക്കുന്നത്. അപ്പോൾ യേശു എനിക്ക് ഒരു വാക്കിംഗ് സ്റ്റിക്ക് പോലെ ഉള്ളൂ. കാര്യം നടക്കുന്നത് ഞാനാണ്, ഡെസ്റ്റിനേഷൻ ഞാനാണ് തീരുമാനിക്കുന്നത്, നടക്കുന്നത് ഞാനാണ്. പിന്നെ ഒരു ഊന്നുവടിയും കൂടെ ഉണ്ട്. യേശു എനിക്കൊരു ഊന്നുവടിയല്ല. യേശു എന്നെ ഉന്തിക്കൊണ്ട് പോകുന്ന സ്ട്രെച്ചർ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഞാൻ ജസ്റ്റ് കടന്നു കൊടുത്തിരിക്കുകയാണ്. ഞാനില്ല. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. അപ്പോൾ ആ ലൈഫ് ആരുടെ ലൈഫാണ്? യേശുവിൻ്റെ ജീവിതമാണ്. അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതമാണ്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ അത് എൻ്റെ ജീവിതമാണ്. പക്ഷേ ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണെങ്കിൽ അത് ആരുടെ ജീവിതമാണ്? ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ആ ഫെയ്ത്തിൽ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ അത് വേറൊരു സബ്ജക്റ്റാണ്. നമുക്ക് വേറൊരു സബ്ജക്റ്റായിട്ട് പിന്നെ എപ്പോഴെങ്കിലും പഠിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അന്യോന്യ ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചതുപോലെ എഫേസ്യ ലേഖനത്തിലെ 6 അധ്യായങ്ങളിലായിട്ട് ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവവും സഭയും തമ്മിലുള്ള ബന്ധം, സഭയ്ക്കുള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന ബന്ധങ്ങൾ, സഭയിലെ വിശ്വാസികളുടെ അന്യോന്യ ബന്ധം, കുടുംബത്തിലെ ബന്ധം, പ്രൊഫഷണൽ ജീവിതത്തിലെ ബന്ധം, ഇതെല്ലാം ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളിലെല്ലാം ദൈവികമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് പറ്റില്ല, നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പകരം എന്ത് ചെയ്യണം? നമ്മൾ മരിക്കട്ടെ,
പകരം ക്രിസ്തു നമ്മിൽ ജീവിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, ദൈവിക ബന്ധത്തിലും അന്യോന്യ ബന്ധത്തിലും ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പ്രായോഗികമായി നിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അതിലൂടെ കടന്നു പോകുവാൻ ഞങ്ങൾക്കിടയാക്കിയതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്നുള്ളതാണ് നിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം എന്ന് ഞങ്ങൾ പഠിച്ചു. ആ ഹിതത്തിൻ്റെ മർമ്മം ഞങ്ങളിൽ നിർവഹിക്കപ്പെടേണ്ടതിന് കർത്താവെ, ഞങ്ങളെ വീണ്ടും നഷ്ടപ്പെട്ടു പോയ ബന്ധം വിളക്കി ചേർക്കുന്നതിന്, ഞങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് നിൻ്റെ പുത്രനെ നീ അയച്ചു. അവൻ തൻ്റെ രക്തത്താൽ ഞങ്ങളുടെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകി. ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കൈകളിൽ നൽകി. വരാൻ പോകുന്ന വീണ്ടെടുപ്പ് നാളിനായി ഞങ്ങളെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കി. സഭയെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. സഭയിലെ അന്യോന്യ ബന്ധങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. കർത്താവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ ബന്ധങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലെ ബന്ധങ്ങളെക്കുറിച്ച്, എല്ലാം ബന്ധങ്ങളാണ്. പക്ഷേ ഈ ബന്ധങ്ങളിൽ എല്ലായിടത്തും ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് പോകുവാൻ, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. യെസ് ലോർഡ്, വി ആർ യുവേഴ്സ്. ഞങ്ങൾ നിൻ്റെ വകയാണ് കർത്താവെ. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സ്വയശക്തി കൊണ്ട് കഴിയുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് നീ തന്നെ ഞങ്ങൾ ജീവിച്ചേലേ പറ്റൂ. ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്. നീ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പ്രത്യക്ഷത്തിൽ നീ ജീവിച്ചതായി, അത് നിൻ്റെ പ്രവൃത്തിയായി ജനങ്ങൾ കണ്ടെങ്കിൽ കർത്താവെ, നീ ഏറ്റുപറയുന്നത് അത് എൻ്റെ പ്രവൃത്തിയല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്തതാണെന്ന് നീ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും അതുതന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, നിന്നോട് ഇടപെട്ട് നിൻ്റെ കുറച്ച് ശക്തി കൊണ്ട്, അല്ലെങ്കിൽ നിന്നെ ഒരു ഊന്നുവടിയാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തി ചെയ്യാനല്ല, പ്രത്യുത ഞങ്ങളുടെ സ്വയത്തെ മരിപ്പിച്ചുകൊണ്ട് നീ ഞങ്ങൾ ജീവിക്കുവാൻ, വിശ്വാസത്താൽ ഞങ്ങൾ ജീവിക്കുവാൻ അനുവദിച്ചുകൊണ്ട് കർത്താവെ, ക്രിസ്തു എന്നിൽ ജീവിച്ച് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്ന, നീ എന്നിൽ ജീവിച്ച് നിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കുന്ന അവസ്ഥ പോലുമല്ല, അതിനപ്പുറത്ത് നീ ഞങ്ങളിൽ ജീവിക്കുന്ന അവസ്ഥ നീ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം.
ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോത്ത് എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു. ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസനായി ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോത്ത് എന്റെ ദൈവത്തിൻ സന്നിധേ ഞാൻ ചെന്നു. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. യേശുഭൂവിൽ വന്നു എനിക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. തന്റെ തിരു രക്തം എനിക്കായി ചിന്തി. എന്തോരത്ഭുതമേ മഹൽ സ്നേഹം. എന്നെ സ്നേഹിപ്പാൻ യേശുഭൂവിൽ വന്നു. എൻ പേർക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. തന്റെ തിരു രക്തം എനിക്കായി ചിന്തി. എന്തോരത്ഭുതമേ മഹൽ സ്നേഹം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ